ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് വൈറ്റ് കോളർ ടെററിസമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണ് ഈ പദം ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതായത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ നടത്തിയ തകർക്കാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരോ വാടക കൊലയാളികളോ ഒന്നുമല്ല പങ്കെടുത്തത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ്. IT രംഗത്തുള്ളവരുണ്ട്, വൈദ്യശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ ഉന്നത മേഖലയിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ ടെററിസത്തിൽ പങ്കെടുത്തു. ഇതിന് സമാനമായ രീതിയിൽ ഇന്ത്യക്കെതിരെയും വൈറ്റ് കോളർ ടെററിസം വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ NIA, റോ പോലെയുള്ള നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെ ഇത്തരം നീക്കത്തെ തകർത്തെറിയുന്നുമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 1000-ലധികം പേരെ കൊന്നു തള്ളാൻ വേണ്ടി പാകിസ്ഥാൻ കൃത്യമായൊരു തന്ത്രം ആവിഷ്കരിക്കുന്നു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻകാരായ ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ആ രാജ്യത്തെ ആക്രമിച്ചത്. ഇതൊഴിവാക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് രാജ്യത്ത് ആക്രമണം, സ്ഫോടനമൊക്കെ നടത്തിക്കുക. ഈ നെറ്റ്വർക്ക്, അതായത് വൈറ്റ് കോളർ നെറ്റ്വർക്കിന് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകാനായിട്ട് ശ്രമിക്കുന്നത് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അങ്ങനെ വിശാലമായൊരു നെറ്റ്വർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഏജൻസികൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൻ്റെ മുന പൂർണ്ണമായിട്ടും ഒടിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഡൽഹിയിൽ ഒടുവിൽ നടന്നത് ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ്. വലിയ വെടിക്കെട്ടാണ് അവർ നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് വലിയ സ്ഫോടനത്തെ, ആക്രമണത്തെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെ സമൂഹത്തിൽ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളെ വിലക്കെടുത്തുകൊണ്ടോ നടത്തുന്ന ആക്രമണ പ്രവർത്തനമോ ഭീകരതയോ അല്ല ലോകത്ത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ വൈറ്റ് കോളർ ടെററിസത്തിൽ 9/11 അറ്റാക്കിന് ശേഷം ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, IT പ്രൊഫഷണൽസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പിന്തുണ തേടിക്കൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ തോക്ക് ഉപയോഗിക്കുന്നുള്ള ഭീകരത, ബോംബ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അങ്ങ് മാറ്റിയിട്ട് സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെയുള്ള അതിനൂതന പദ്ധതികൾ നടപ്പാക്കുന്നു. അതുതന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പുകളെ വലിയ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് സമാനമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടത്താനാണ് ഇവർ ഒരു നീക്കം നടത്തിയത്. അങ്ങനെയാണ് ഈ ജമ്മു കാശ്മീർ മേഖലയിൽ ഒരിടത്തൊരു പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ ഇന്ത്യൻ ആർമിക്കെതിരെ, പോലീസിനെതിരെയൊക്കെ ഈ പോസ്റ്ററിൽ മുദ്രാവാക്യമുണ്ട്. ഇത് പറയുന്നത് കശ്മീരിലെ നൗഗാമിൽ സുരക്ഷാ സേനയെ ഭീഷണിപ്പെടുത്തുന്ന സ്കെച്ച് പെന്നോ മറ്റോ ഉപയോഗിച്ച് എഴുതിയ ചില ഭീഷണികൾ. ഇതിനെ അവിടുത്തെ ലോക്കൽ പോലീസ് അവഗണിച്ചു. പക്ഷേ അവിടുത്തെ SSP ആയിട്ടുള്ള സുന്ദീപ് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ അന്വേഷണം ചെന്ന് നിൽക്കുന്ന ഒരു പള്ളിയിലെ മൗലവിയുടെ അടുത്താണ്. അയാളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അടുത്ത ഡോക്ടറിലേക്ക് എത്തി. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയും ഗുജറാത്തിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അതുപോലെ തന്നെ കശ്മീർ പോലീസ്, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് 7 സ്റ്റേറ്റുകളിൽ ഒരേ സമയം പരിശോധന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേർ കസ്റ്റഡിയിലായി. 2900 കിലോഗ്രാമോളം അമോണിയം നൈട്രേറ്റ് പിടികൂടി. ഈ 2900 അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി പോലെയുള്ള ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും ചുട്ട് ചാമ്പലാക്കാൻ വേണ്ടി അത്ര കപ്പാസിറ്റി ഉള്ളതാണ്. കൂടാതെ ഏതാണ്ട് 350 കിലോയിലധികം RDX ഉണ്ട്, AK-47 ഉണ്ട്. ഒരു വനിതാ ഡോക്ടറിൻ്റെ കാറിൽ നിന്ന് വരെയാണ് AK-47 തോക്ക് പിടിച്ചെടുത്തതെന്ന് പറയുമ്പോൾ ഈ ലഷ്കർ-ഇ തോയ്ബ, അല്ലെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളുടെ ആസൂത്രണം എത്ര മികച്ചതാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരെ സംബന്ധിച്ച് ഇപ്പം ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, അതിൻ്റെ തലവൻ മസൂദ് അസർ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ പഴയ പവറുള്ള ആളുകളല്ല. പക്ഷേ പോലും അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമുണ്ട്, ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം, ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകണം. എങ്ങനെ? അങ്ങനെയുള്ള ആലോചനയുടെ ഒടുവിലാണ് ലോകത്തെ തന്നെ ഏറ്റവും മാരക വിഷയങ്ങളിലൊന്നെന്നറിയപ്പെടുന്ന റിസിൻ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്താനായിട്ട് പദ്ധതിയിടുന്നു. അതിനു വേണ്ടിയിട്ട് ചൈനയിൽ MBBS പഠിച്ചു വന്ന ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീനെ ഇക്കാര്യത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഇയാൾ ഈ പറയുന്ന റിസിൻ വിഷം നിർമ്മിക്കുകയാണ്. എന്നിട്ട് ഇത് വെള്ളത്തിലോ ആഹാരത്തിലോ ഒക്കെ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇതിന് ഗന്ധമില്ല, നിറമില്ല, കണ്ടുപിടിക്കാനേ പറ്റില്ല. അത്തരമൊരു നീക്കവുമായി ബന്ധപ്പെട്ട് ഇയാൾ തൻ്റെ മെഡിക്കൽ അറിവ് മുഴുവൻ ഉപയോഗപ്പെടുത്തി
ഇത്തരത്തിലുള്ള റിസിൻ എന്ന് പറയുന്ന ആവണക്കെണ്ണ ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന വേസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിഷം തയ്യാറാക്കുകയാണ്. ഏതാണ്ട് 4 കിലോയോളം റിസിൻ വിഷം ഇയാൾ തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. ഡൽഹിയിലും ലക്നൌവിലും അഹമ്മദാബാദിലുമൊക്കെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ പ്രസാദ ഊട്ട് അന്നദാനമൊക്കെ നടത്തുമ്പോൾ അതിനുള്ളിൽ ഇത് കലർത്താം. അതല്ലെങ്കിൽ ഇയാൾ ഉൾപ്പെടെയുള്ള ചില സംഘങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിലൂടെ ഇത് ഭക്ഷണത്തിൽ കലർത്താം. ഇനി പൊതുവിതരണത്തിനുള്ള കുടിവെള്ള ടാങ്കുകളുണ്ട്, അവിടെ കലർത്താം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു തിരിച്ചടി നൽകണം. ഇത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ കൃത്യമായ ആസൂത്രണമാണ്. അതെങ്ങനെ നടപ്പാക്കുമെന്നാണ് ഇവർ ചിന്തിച്ചത്. അപ്പോൾ ഒരു ചെറിയ വീഴ്ച ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേഖലയിലുള്ള എല്ലാ നീക്കത്തെയും കൃത്യമായിട്ട് തടസ്സപ്പെടുത്തിയെങ്കിലും അവസാന കണ്ണിയായിട്ടുള്ള ഒരാൾ ഈ കാറുമായിട്ട് ചെങ്കോട്ടയ്ക്ക് സമീപത്തേക്ക് ചെല്ലുന്നു, സ്വയം ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഇവരിൽ നിന്ന് അടുത്ത അന്വേഷണം തന്നിലേക്ക് എത്തുമെന്നും താൻ പിടിയിലാകുമെന്നും ഇയാൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ലോക ശ്രദ്ധയിൽ ഇടം പിടിക്കാവുന്ന ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടത്. പക്ഷേ വലിയ തിരക്കുള്ള ഒരു സമയത്തായിരുന്നില്ല ഈ സ്ഫോടനം ഉണ്ടായത്. എന്നിട്ട് പോലും 8 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്തരം ഒരു ആക്രമണം എന്ന് പറയുന്നത് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം പൊതുജല സ്രോതസ്സിലും ക്ഷേത്രപ്രസാദത്തിലും ആഹാരത്തിലുമൊക്കെ തന്നെ ഈ വിഷം കലർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് ഒരു പ്രതികാരം ചെയ്യുക, ഇത് പാകിസ്ഥാൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഈ ഭീകരവാദി പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായിട്ട് ജിഹാദി നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സമർത്ഥരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി, പ്രത്യേകിച്ച് ഇത്തരം ആശയങ്ങളോട് യോജിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയാൽ അവരുമായിട്ട് സൗഹൃദം വിപുലപ്പെടുത്തി പിന്നീട് ഈ പറയുന്ന ടെലഗ്രാം നെറ്റ്വർക്കിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ ആശയങ്ങൾ പങ്കുവെക്കുക ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതായത് പാകിസ്ഥാൻ ബന്ധമുള്ള ഷെൽ കമ്പനികൾ, വ്യാജ കൊമേഴ്സ് സ്ഥാപനങ്ങൾ, കള്ള നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ വൻതോതിൽ കള്ളപ്പണം ഒഴുക്കുന്നു. ഇതേക്കുറിച്ച് ഒടുവിൽ FTFA അന്വേഷണം നടത്തി. അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 7 8 തവണയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ ചെയ്തിട്ടും വൻതോതിൽ പണമൊഴുക്കി വൈറ്റ് കോളർ ടെററിസത്തെ സംരക്ഷിക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും പാകിസ്ഥാനും ഒക്കെ തയ്യാറാകുന്നു. ഇതിൻ്റെ ബാക്കിപത്രം എന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഡൽഹിയിൽ നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. VPN വഴിയാണ്, അതായത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഈ ഭീഷണി നടത്തുന്നത് സ്കൂളുകൾക്ക്, കോളേജുകൾക്ക്, ബാങ്കുകൾക്ക്, സർക്കാർ ഓഫീസുകൾക്കൊക്കെ നേരെയാണ്. ഇവിടെയൊക്കെ ഈ ഭീഷണി ഉണ്ടാകുന്നുണ്ടെങ്കിലും ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനും അജ്ഞാതമായും സുരക്ഷിതമായും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും ഒക്കെ സഹായിക്കുന്നത്, സെൻസർഷിപ്പിനെ മറികടക്കാൻ സഹായിക്കുന്നത് ഈ VPN ആയതുകൊണ്ടാണ്. അപ്പോൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ഇത്തരത്തിൽ വിമാനങ്ങളുടെ സഞ്ചാരപഥത്തെ വരെ വഴിതെറ്റിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുന്ദീപ് ചക്രവർത്തിയെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശരിയായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും NIAയും റോയും ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴാണ് റിസിൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ കൂട്ടുവിഷം തയ്യാറാക്കുന്ന ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീനിലേക്ക് അന്വേഷണം എത്തുന്നത്. നിലവിൽ അന്താരാഷ്ട്ര ജൈവ രാസായുധ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഈ റിസിൻ എന്ന് പറയുന്ന വിഷം. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പ്രോട്ടീൻ തടസ്സപ്പെട്ടിട്ട് ആന്തരിക അവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ സാധിച്ചെന്ന് വരത്തില്ല. ആവണക്കെണ്ണയിൽ നിന്ന് വേർതിരിക്കുന്ന വേസ്റ്റിൽ നിന്ന് ഈ റിസിൻ വിഷം ഉണ്ടാക്കി ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ലോകം കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് നൽകുന്നു. വൈറ്റ് കോളർ ടെററിസത്തിലൂടെ ഇന്ത്യയെ തകർക്കാനായിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുകയാണ്. എന്തായാലും സാമ്പത്തികാവസ്ഥ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഈ വൈറ്റ് കോളർ ടെററിസം ഇനിയും വ്യാപകമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നിലവിൽ രാജ്യത്തിന് പുറത്തുനിന്ന് മാത്രമല്ല രാജ്യത്തിനകത്തു നിന്നും നമ്മളെ തകർക്കാൻ കഴിയുന്ന ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഡോക്ടർമാരായിട്ടുള്ള 7 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന മതപരമായ നിലപാടുകൾ തലയ്ക്ക് പിടിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വൈറ്റ് കോളർ ടെററിസം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയാണ് അവരുടെ പ്രധാന ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ
കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കനത്ത ശിക്ഷ ലഭിക്കുമെന്ന്. അതുണ്ടാകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.